അമ്മയെ പ്രീതിപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമുണ്ട്, വിശേഷാലായിട്ട് മാർഗ്ഗമാണ്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തെച്ചിപ്പൂവ് അഥവാ തെറ്റിപ്പൂവ് അറിയാലോ, അത് 3 വേണം, ഒരല്പം കുങ്കുമം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയെ പ്രീതിപ്പെടുത്താം. അമ്മ ഭദ്രകാളി നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ചിലർ പറയും അമ്മ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, അമ്മയുടെ ശക്തിയൊന്നും എനിക്ക് കിട്ടണില്ല, പലപ്പോഴും ഞാൻ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഇതൊക്കെ വെറുതെ കേട്ടോ. അമ്മ നമ്മളോടൊപ്പം തന്നെയുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അമ്മ നമ്മളോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചിട്ടതാ ഇങ്ങനൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് അമ്മ നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തരുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിക്കിട്ടും. അമ്മയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അമ്മ മഹാമായ എന്ന് പറയുന്ന ഭദ്രകാളി എന്ന് പറയുന്നത് വലിയ ഒന്നാണ് കേട്ടോ. കാലരാത്രി, ചാമുണ്ഡി, അങ്ങനെ എന്തൊക്കെ പേരുകളിലാണ് അമ്മ അറിയപ്പെടുന്നത്. ഈ അമ്മ സ്ത്രീജനങ്ങളുടെ ഇഷ്ടകാരിണിയാണ് കേട്ടോ. അതായത് സ്ത്രീജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുകയാണെങ്കിലും അമ്മ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അമ്മ വാളെടുത്ത് തന്നെ വരും. അവരെ സംരക്ഷിക്കാൻ വേണ്ടുന്ന എന്ത് കാര്യവും അമ്മ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഈ അമ്മ മഹാമായയുടെ മുന്നിലേക്ക് ഇത്രത്തോളം ഭക്തരായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഒഴുകിയെത്തുന്നത്. എന്നുവെച്ചാൽ പുരുഷന്മാരെ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിൽ വെറുപ്പുണ്ടോ? ഒന്നുമില്ല. സ്ത്രീകളുടെ സംരക്ഷകയായിട്ടുള്ള അമ്മ പുരുഷന്മാരുടെയും ആശ്രിത വത്സലയാണ്. കാര്യം സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് പുരുഷൻ്റെയും കൂടെ ബാധ്യതയാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. പുരുഷനിൽ നിന്ന് ഒരു തരത്തിലും ഒരു സ്ത്രീക്കും ഒരു തരത്തിലുള്ള അപമാനവും ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉള്ളവരായിരിക്കും അമ്മയുടെ ഭക്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ജീവിതം എങ്ങനെ നന്നായിട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്ന അമ്മയാണ്. എന്നാൽ നമ്മുടെ ചില പിഴവുകൾ ചിലപ്പം അമ്മയായിട്ട് നമ്മളൊന്ന് അകറ്റി നിർത്തും. ആ പിഴവുകൾ ഏതൊക്കെയാണ്, അമ്മ നമ്മളിൽ കൂടുതൽ പ്രസാദിച്ചു വരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ അമ്മ മഹാമായയെക്കുറിച്ച് പറയുമ്പം എനിക്ക് അമ്പലത്തിൽ ഇങ്ങനെ ശാന്തി വെച്ചുകൊണ്ടിരിക്കുമ്പം 10-60 വയസ്സ് കടന്നിട്ടുണ്ടാകണം. ഒരമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, തിരുമേനി എനിക്കൊരു വിശേഷം പറയാനുണ്ട്, ഒരു സങ്കടമാണ്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് അമ്മയെ വിളിച്ചിട്ട് അമ്മ മഹാമായ എനിക്കൊന്നും തരണില്ല, അമ്മയ്ക്ക് എന്നെ വേണ്ടാത്ത പോലെ. അപ്പോഴും ഞാൻ ഈ വന്ന അമ്മയോട് ചോദിച്ചു, എന്താ കാര്യം? മുമ്പൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ദേഹത്ത് അമ്മ കൂടുമായിരുന്നു, ഞാൻ തുള്ളി ഉറയുമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ദേഹത്ത് അമ്മ കയറുന്നില്ല എന്നാണ് ഈ വന്ന അമ്മയുടെ ഒരു സങ്കടം. ഞാൻ പറഞ്ഞു, അമ്മ നമ്മുടെ ദേഹത്ത് കയറണൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളാ ഭദ്രകാളി അമ്മയുടെ പ്രതിരൂപം ആകാൻ നിൽക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മയുടെ മനസ്സിൽ ഈ അമ്മ എത്രത്തോളം ഉണ്ട്, അത് ഞാൻ എന്നും വിളിക്കണുണ്ട്. അമ്മയെ തന്നെ എപ്പോഴും നിത്യേന ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ അമ്മ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല അമ്മ, അമ്മയുടെ ആ വിളക്കൊക്കെ കഴുകിയിട്ട് എത്ര ആളായി? ഞാനിപ്പോൾ ചൊവ്വയും വെള്ളിയൊന്നും കഴിയില്ല. ഒരു തിരുമേനി പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇതൊരു പൊട്ടത്തരാ അമ്മ, ശുദ്ധിയുള്ള അടുത്താണ് ഭദ്രകാളി അമ്മ കാണപ്പെടുക കേട്ടോ. നമ്മുടെ ചൈതന്യം നമ്മളോടൊപ്പം നിൽക്കണമെങ്കിൽ അവിടെ ശുദ്ധി വേണം. അതുകൊണ്ടല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് പോകണേ. അതുപോലെ നമ്മുടെ വിളക്ക് കരിപിടിച്ചിരിക്കാതെ അത് കഴുകി വൃത്തിയാക്കി വയ്ക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഏതെങ്കിലും ക്ഷേത്രത്തിൽ അമ്മ കണ്ടിട്ടുണ്ടോ നിത്യേനെ വിളക്ക് കഴുകാതെ തെളിയിക്കുന്നത്? അവിടെയല്ലേ ദേവതയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ വീട്ടിൽ തെളിയിക്കുന്ന വിളക്കുകൾക്ക് കഴുകൽ വേണ്ടാന്ന്, ചുമയും വെള്ളിയൊന്നും കഴുകണ്ടെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു വെച്ചത്. അവർക്ക് ചുമയും വെള്ളയും വിളക്ക് മെഴുക്കാൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയൊരു സംഭവമായിട്ട് എടുക്കണം. ഇനി മുതൽ അമ്മ ചുമയും വെള്ളിയൊക്കെ വിളക്ക് ഒന്ന് കഴുകി വെച്ചോളൂ, അമ്മ മഹാമായുടെ ചൈതന്യം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ബോധ്യമായി.
പിന്നീട് വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ കയറുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ എല്ലാ കാര്യത്തിലും അമ്മയെ കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കയറുന്ന വലിയൊരു കാര്യമൊന്നുമില്ല. ഞാൻ അതേപോലെ പറഞ്ഞല്ലേ, പ്രതിപുരുഷയോ പ്രതിസ്ത്രീയോ ആവാൻ നിൽക്കേണ്ട അമ്മയുടെ. എല്ലാവരുടെ ശരീരത്തിൽ കയറ്റേണ്ടുന്ന ഒരാളൊന്നുമല്ല അമ്മ. അമ്മ കോമരം തുള്ളുന്ന ചിലർക്ക് അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാ വ്യക്തികളുടെ ശരീരത്തിൽ അമ്മ പ്രവേശിച്ചാൽ മാത്രമേ അവർക്ക് അനുഗ്രഹം കിട്ടൂ എന്നൊക്കെ ഉള്ളത് മൂഢത്വമായിട്ടുള്ള കാര്യമാണ്. ഭക്തവത്സലയാണ് അമ്മ. ഭക്തി മാത്രം മതി, നിങ്ങൾ അകമഴിഞ്ഞുള്ള ഭക്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിട്ടു. ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അമ്മയ്ക്ക് ഞാനൊരു മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തിരുന്നു. ആ മന്ത്രമൊക്കെ ചെയ്തു. അമ്മയ്ക്ക് അത് നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മന്ത്രം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ മഹാമായ നമ്മളോടൊപ്പം നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുന്നില്ല. പല കാരണങ്ങളുമുണ്ട്. ഒരു ദിവസം തെളിയിച്ചു, രണ്ടാമത്തെ ദിവസം തെളിയിച്ചില്ല, മൂന്നാമത്തെ ദിവസം തെളിയിച്ചു. ഇങ്ങനെ ഇടവിട്ട് ഈ സന്ധ്യാദീപം തെളിയിക്കുന്നതിൽ വ്യത്യാസം വരിക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ശുദ്ധങ്ങൾ പാലിക്കണില്ല. കുലയുള്ളപ്പം പോയി വിളക്ക് വയ്ക്കുക, വലായ്മയുള്ളപ്പം പോയി വിളക്ക് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത് പറഞ്ഞ പോലെ ഇങ്ങനെ വിളക്ക് കഴുകാതെ ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റൊന്ന്, ഭദ്രദീപം തെളിയിക്കാതിരിക്കുക എന്നുള്ളത്. അമ്മയെ ഭദ്രദീപം എന്ന് പറഞ്ഞാൽ 5 തിരിയിട്ട വിളക്കാണ്. നമ്മളെ വീട്ടിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് ആയിരിക്കും മിക്കവാറും നമ്മളെ വിളക്ക് തെളിയിക്കാറുള്ളത്. എന്നാൽ ഭദ്രകാളി അമ്മയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഒന്നുമില്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുന്നത് അവിടെ ഭദ്രകാളി സാന്നിധ്യം വർദ്ധിച്ചു വരാൻ ഏറെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ, നിലവിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥന ഇല്ലായ്മ, സീരിയലെങ്ങാനും വലിയ ശബ്ദത്തിൽ ഇട്ടേക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ കലഹിച്ചുകൊണ്ട് ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്ന, ഭക്തി ഇല്ലായ്മ കൊണ്ട് വിളക്ക് തെളിയിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവില്ല. പിന്നെ നേർച്ചകൾ നേർന്നിട്ട് കടം വയ്ക്കുക വലിയൊരു കാര്യമാണ്. ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചിലർ നിരന്തരമായിട്ട് നേർച്ചകൾ അങ്ങോട്ട് നേരും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരൊന്നും ചെയ്യില്ല. മറ്റൊന്നുണ്ട്, ഭദ്രകാളിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തുക. ചില വ്യക്തികളുടെ മെയിൻ കാര്യമാണ്, എൻ്റെ അമ്മ കാണിച്ചു തരും കേട്ടോ, അമ്മയെ കൊണ്ട് നിന്നെ ശരിയാക്കിക്കും എന്നുള്ള രീതിയിൽ തൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഭീഷണിപ്പെടുത്തുക, ശപിക്കുക. നിങ്ങൾ അമ്മയുടെ പുണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വെറുതെ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുണ്യത്തിൻ്റെ തോത് കുറഞ്ഞു പോകും. പിന്നീട് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് അമ്മയുടെ ഒരു കൈ സഹായം കിട്ടില്ല. അത് വ്യക്തമാണ്. അപ്പം അമ്മയുടെ പേര് പറഞ്ഞ് ഈ ശാപ വാക്കുകളൊക്കെ പറയുന്നെങ്കിൽ അത് ഇന്ന് തന്നെ മതിയാക്കിക്കോ, അത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് അമ്മയുടെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിൽ ഭയങ്കര ആദ്യമാവും, നമ്മളെ ആരും സംരക്ഷിക്കാനില്ല എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഭംഗം വരും. മാത്രമല്ല, നമ്മൾ ഇത്രയും കാലം ആരാധിച്ചു വന്നിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് വിമുഖത വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കുടുംബത്തിനകത്തും പുറത്തുമായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെട്ടു പോകണ്ട. അമ്മ ഇച്ചിരി അപ്രീതിയിൽ നിൽക്കുകയാണെങ്കിലും അമ്മയെ പ്രീതിപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമുണ്ട്, വിശേഷാലായിട്ട് മാർഗ്ഗമാണ്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ തെച്ചിപ്പൂവ് അഥവാ തെറ്റിപ്പൂവ് അറിയാലോ, അത് 3 വേണം, ഒരല്പം കുങ്കുമം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയെ പ്രീതിപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് ചൊവ്വയും വെള്ളിയും ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ 3 തെറ്റിപ്പൂവ് എടുത്തിട്ട് അതിൻ്റെ അകത്തെ നാരുണ്ടല്ലോ, നാരെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് കുങ്കുമം അതെടുത്ത് അതിൽ മുക്കിയിട്ട്, ഈ പൂവിൽ മുക്കിയിട്ട് ഇനി ഞാൻ പറയുന്ന മന്ത്രം ഒന്ന് ജപിക്കണം. മന്ത്രം ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. ഓം ഹ്രീം ഭം ഭദ്രേ ഭദ്രകാളി സദാ മഹത് സാന്നിധ്യം മമ വശം കുരു കുരു സ്വാഹ. ഇങ്ങനെ മന്ത്രം ജപിച്ചിട്ട് 8 തവണ ജപിക്കണം. 8 തവണ ഈ പൂക്കൾ ഇങ്ങനെ കൈ പിടിച്ചു തന്നെ ജപിക്കണം. എന്നിട്ട് വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഇടുക. ഇങ്ങനെ തുടർച്ചയായിട്ട് 7 ചൊവ്വകളിൽ അല്ലെങ്കിൽ 7 വെള്ളികളിൽ, അല്ലെങ്കിൽ 7 ചൊവ്വയും 7 വെള്ളിയും, ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളിൽ ഇപ്പം ഇച്ചിരി കുറഞ്ഞ അളവിലാണ് ഭദ്രകാളി സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് അമ്മയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരും. അമ്മ അങ്ങനെയാണ്, ആശ്രിത വത്സലയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടൊപ്പം അമ്മ ഉണ്ട്, കൂടെ ഉണ്ട്, അങ്ങനെ വിശ്വസിച്ചോളൂ, നല്ലതാണ്. പക്ഷേ നിങ്ങൾ ആ വ്യക്തികളും ഇങ്ങനെ ചെയ്താൽ പറ്റും, അമ്മയുടെ ചൈതന്യം നമ്മുടെ കൂടെ കൂടി വരും. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ എപ്പോഴും ഉണ്ടാവും.
നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഫ്രണ്ടിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മൾ തരണം ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ആ അദൃശ്യ സ്വരൂപമായിട്ട് അമ്മ വന്ന് അതൊക്കെ മാറ്റിത്തരും. എത്രയോ പേരുടെ ജീവിതത്തിൽ അത് സാന്നിധ്യം ഉണ്ടിട്ട് ഈ ഭദ്രകാളി അമ്മയുടെ ആ ചൈതന്യം അനുഭവിച്ചവരായിരിക്കും മുന്നിലിരിക്കുന്ന പലരും അല്ലേ. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു ചൈതന്യമാണ്. ചില സമയത്ത് വിളിച്ചാൽ കിട്ടാതെ വരുമ്പോഴുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നമുക്കിത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഇങ്ങനെ അന്ന് രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അനുഭവം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ എങ്ങനെ നിങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യം കിട്ടാതെ പോയി, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, ഒരു 7 ആഴ്ചയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയും നിങ്ങൾക്കത് മാറ്റം ഉണ്ടായിട്ടില്ലെന്ന്. 100% അതിന് മാറ്റം ഉണ്ടാവുമെന്നേ, ഉറപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതൊരിക്കൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോയുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.